അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അച്ഛൻ്റെ മുടി വെട്ടാനായിട്ട് എനിക്ക് പേടിയാവുന്നേ മുടിക്കുളമാവൂ. അങ്ങനെ മുടി വെട്ടാനായിട്ട് പോവാണ്. എത്ര നാളിന് ശേഷം മുടി വെട്ടാൻ പോകുന്നത്? എനിക്കൊന്നും ഇപ്പൊ കുറെ നാളായി. ഒരുപാട് കാലമായില്ലേ? അതെ, നമ്മള് മുടി സ്മൂത്ത് ചെയ്തിട്ട് തന്നെ 6 മാസത്തിൽ കൂടുതലായി. ഇനിയിപ്പോ കളർ ചെയ്യാലോ? കളർ ചെയ്യാം, 6 മാസം കഴിഞ്ഞാൽ കളർ ചെയ്യാം. അതെനിക്കും അറിയാം. 6 മാസം കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് കളർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? 6 മാസം കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് അതിന് ഗ്യാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ മുടിക്ക് ഡാമേജ് വരും. അങ്ങനെയല്ലേ? ഭയങ്കര വെയില്. നമുക്ക് അകത്ത് നിന്നിട്ട് എടുക്കാൻ ഭയങ്കര വെയില്. അതെ, കണ്ണില് വെയിലടിക്കുന്നു. ഇത്ര നേരം നല്ല തണലായിരുന്നു. അത് ഇന്നലെ ഇത് കണക്കായിരുന്നു. ഇന്നലെ നമ്മൾ അതെടുക്കാൻ പോയപ്പോഴും സെയിം ഇത് തന്നെയായിരുന്നല്ലേ അവസ്ഥ? അതെ. അപ്പൊ അകത്തോട്ട് വിട്ടു നമ്മൾ വെയിലത്തുനിന്ന് തണലത്തേക്ക് വന്നു. ഇനിയിപ്പോ എന്താണ് പരിപാടി? എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്? എനിക്കറിയത്തില്ല, എങ്ങനെയെങ്കിലും ഒക്കെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി വരും. ടെൻഷൻ അടിച്ചിരിക്കുന്ന അച്ചു. എന്താ മുടി വെട്ടാൻ ടെൻഷൻ എന്താ പറയാ, അവസാനം വെട്ടിയിട്ട് കുളമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി അതിന്റെ ഒരു ടെൻഷനാ. വെട്ടണമെന്നുണ്ട് വെട്ടണ്ടെന്നുണ്ട്, രണ്ട് മൈൻഡിൽ നിൽക്കുക. ഡബിൾ മൈൻഡ് ചെയ്യുക. അവിടെ ചെന്നിട്ട് തീരുമാനിക്കുമല്ലേ? ലെങ്ത് പോയി കഴിയുമ്പോൾ അതൊരു വിഷമം, പക്ഷെ കുറയ്ക്കാനാണെങ്കിൽ ആഗ്രഹമുണ്ട്. എന്താ ചെയ്യാനാ? എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാം. അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അച്ഛൻ്റെ മുടി വെട്ടാനായിട്ട് എനിക്ക് പേടിയാവുന്നേ മുടിക്കുളമാവൂ. അതെ, അപ്പൊ പറഞ്ഞാൽ മതി. അവര് ഫ്രണ്ടിൽ പറഞ്ഞാൽ എനിക്കറിയാം, പക്ഷെ എനിക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് കുറയ്ക്കണമെന്നുണ്ട് കുറയ്ക്കേണ്ടെന്നുണ്ട് ലെങ്ത്. എന്താണോ എന്തോ നോക്കാം. അങ്ങനെ നമ്മൾ അവിടെ എത്താനായിട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്ന് ഇനി വെട്ടിയിട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോഴേ ഇവിടെ ഒരു അമ്പലം പണി നടക്കുന്നു. നടക്കുന്നുണ്ടായിരുന്നു. അമ്പലം കണക്കാണ് കേട്ടോ അത് പണിയുന്നത്. ഇങ്ങനെ മുടി വെട്ടാനുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് മുടി വെട്ടാനായിട്ട് പോകുന്നത്. ഹെയർ കട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുക. ഇനി എടുക്കാൻ പറ്റില്ല, ഇനിയിപ്പോ കോപ്പിറൈറ്റ് സോങ് ആയി. അതുകൊണ്ട് ഇനി എടുക്കാൻ പറ്റില്ല. മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇങ്ങോട്ട് കാണിയത് ഇവരൊക്കെയാണിത്. ഇഷ്ടപ്പെട്ടോ? ലെങ്ത് കുറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട് മുടി വെട്ടിയിട്ട്? പക്ഷെ കൊള്ളാം കേട്ടാ. എന്താ പറയാ, കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാ. ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മാറുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഇതാ. അച്ചു എല്ലാം പോയി. ഇറങ്ങി വന്നപ്പോ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. എന്റെ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞു. എന്നിട്ടും എന്റെ ഒരു വിഷമം കണ്ട് പിന്നെ കുറെയൊക്കെ ചെയ്തു തന്നു. പക്ഷെ കൊള്ളാം കേട്ടോ. ചിലപ്പോ അവരുടെ പേജിൽ വീഡിയോ വരുമായിരിക്കും, അറിയത്തില്ല. വീഡിയോ ഒക്കെ എടുത്തു, റീലൊക്കെ എടുത്തിട്ടുണ്ട്, വരുമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്തോ സംഭവം എന്നറിയോ, ഇവിടെ ഇങ്ങനെ പൊങ്ങി നിന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വേറെ ആണെങ്കിൽ, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, നമ്മള് നടുക്കുന്ന എടുത്തിട്ട് ഇവരിങ്ങനെ പൊക്കിയാ ചെയ്യുന്നത്. എന്നാല് കുറച്ചെങ്കിലും ഒരു ബൗൺസി ആയിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചേ ഒന്നും എനിക്ക് ബൗൺസി ആയിട്ട് വേണമെന്ന് പറഞ്ഞു. കൊള്ളാം കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം മുടിക്ക് ഒട്ടും മൊത്തത്തിൽ ലുക്ക് കുഴപ്പമില്ല, പോളിയും ഇല്ല. അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞ് നീ കട്ടൺ ബാങ്ക്സ് വേണം, ബൗൺസി ആയിരിക്കണം അപ്പം പറഞ്ഞു. എൻ്റെ ഹെയർ ട്രീറ്റഡ് ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി മഴ വരുന്നു. നാച്ചുറൽ ഹെയറിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ നാച്ചുറൽ ഹെയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ പറയും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതെല്ലാം എന്താണോ നമ്മള് മുടി വെട്ടാൻ പോകുമ്പോ മാത്രമേ തോന്നി ഇങ്ങനെയൊക്കെ.
ലെങ്ത് കുറഞ്ഞു. ലെങ്ത് ലെയർ കട്ടാന്ന് തോന്നുന്നു. കുറച്ച് ഇവിടെ ആണോ? ലെയർ ആണോ? ലെയർ കട്ട് ചെയ്ത് ആദ്യം പറഞ്ഞ് എൻ്റെ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് യുവും വിയും മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ, വേറെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ശരി, ഞാൻ പറഞ്ഞ് കട്ടൺ ബാങ്ക്സ് വേണം എന്ന് പറഞ്ഞു. കൊള്ളാം. എനിക്ക് തന്നെ ചിരി വന്ന്, കാരണം എല്ലാം കൂടി ഇങ്ങനെ കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇനി കുറച്ച് നാൾ ഇതൊക്കെ കാണാം അല്ലേ? അതെ, കുറച്ച് നാൾ വീണ്ടും പഴയ കിടക്കാം. അതാ കുഴപ്പം. എന്തൊരു കാര്യം ചെയ്താലും ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പഴയതുപോലെ. നീ മുടിയൊക്കെ വെട്ടി സുന്ദരിയായി. എന്റെ കോലം നോക്കി. അതെ, ഇനി ഞാൻ മുടി വെട്ടണം. എന്റെ സമയത്ത് അവിടെ കയറി വെട്ടിക്കൂടാ മതിയായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാവോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പയ്യെ മിണ്ടാതിരിക്കും. അതുകൊണ്ട് പറ്റിപ്പോയതാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ? ഇന്ന് ഞാൻ പോയി മുടി വെട്ടും. ഞാനും വൃത്തിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ മുടി വെട്ടി ഇത്ര കാണത്തുള്ളൂ. ഞങ്ങൾ മുടി വെട്ടി ഒന്ന് സെറ്റാവും വീണ്ടും. പഴയനെക്കാട്ടി അടിപൊളിയാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ മുടി വെട്ടാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ കണക്ക് ക്യൂ നിൽക്കണ്ട. ക്യൂ നിൽക്കണം എന്ന് വെച്ചാൽ കുറച്ച് തേക്കൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങളുടെ കണക്ക് അത്രയും പൈസ ഒന്നത്തില്ല, ഉണ്ടാവില്ല. ഇന്ന മോഡലൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അയ്യോ മഴ പെയ്യും, നമുക്ക് തിരിച്ചു കയറിയാലോ, നമുക്ക് പോയി ഒരു ഐസ്ക്രീം അടിക്കും. മഴ കാരണം ഞങ്ങൾ തിരിച്ചു കയറിയിരിക്കുകയാണ്. ചെയ്യാൻ വന്നത് ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊരു അസ്വസ്ഥതയായിട്ട് തോന്നുമ്പോഴത്തേക്ക് പിടിച്ച് പിടിച്ചെന്ത് ചെയ്യും? പഴയ കണക്ക് ക്ലിപ്പ് ചെയ്യല്ല, പഴയ കണക്ക് കെട്ടിയും വെക്കും. ഒന്നെങ്കിൽ പോണിറ്റെയിലെടുക്കും. നടക്കത്തില്ല, ഇതിന് പോണിറ്റെയിൽ ഇട്ടാൽ നടക്കത്തില്ല. ബാക്ക് ഫുള്ള് ലെയറായിട്ട് കിടക്കുക, നടക്കത്തില്ല. എന്നതുകൊണ്ടും അങ്ങനെ മക്ഡൊണാൾഡ്സിൽ വന്നിരുന്നു. ഐസ്ക്രീം കഴിക്കുന്നു. മഴ വെളിയിൽ നല്ല മഴ. ഇവിടെ എന്താ പറയുക, ഞാൻ എന്താ പറയുക, ഇവിടെ വന്ന് ഐസ്ക്രീം കഴിക്കാൻ ഇവിടെ ഇരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് മഴ ഉണ്ടാ ഇല്ലേ എന്നൊക്കെ നല്ലോണം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തത് കാരണം നമ്മൾ തിരികെ കയറി. ഇനിയിപ്പോൾ പയ്യല്ലേ പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു ബുക്കിന്റെ പരിപാടി നടക്കുന്നുണ്ടോ? ഇപ്പോഴാ കണ്ടത്. എന്താ ഇപ്പല്ല, കയറി വന്നപ്പോഴാണ് കണ്ടത്. നമ്മൾ ഇന്നാളെ വന്നപ്പം ഈ ടേബിൾ മാത്രമേ കണ്ടുള്ളായിരുന്നു. ഇപ്പൊ സെയിൽ തുടങ്ങിയതാ. അയ്യപ്പ ബാംഗിൾസിന്റെ അതെ, അയ്യപ്പ ബാംഗിൾസ് ഇല്ലേ, അവരുടെ സ്കൂൾ ബാഗ്. ഒരു മിനിറ്റ്, കാണാൻ വയ്യ, ആളിരിക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞില്ലേ അയ്യപ്പ ബാംഗിൾസിന്റെ ഒരു സ്റ്റോളാണ്. അവിടെ സ്കൂൾ ബാഗ്, ലഞ്ച് ബോക്സ്, പെൻസില്, വാട്ടർ ബോട്ടില്, പിന്നെ പ്ലാസ്റ്റിക്, ബോട്ടിൽ 2 ടൈപ്പും ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കും ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്. ടിഫിൻ ബോക്സും സെയിം അത് തന്നെ ഉണ്ട്. പിന്നെ എന്താണ്, ഇൻസ്ട്രുമെന്റ് ബോക്സ് 60 രൂപയോളം എഴുതിയിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ബോക്സ് 60 രൂപയുള്ളി. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്സരയുടെ ഒരു കോംബോ പറഞ്ഞു തരട്ടെ. അതായത് അപ്സരയുടെ കോളേജ് ബുക്കും, പിന്നെ ക്യാമലിൻ്റെ കോളേജ് ബുക്ക്, പിന്നെ എഡ്ജിൻ്റെ കോളേജ് ബുക്ക്, അതായത് മൊത്തം 12 എണ്ണം 420 രൂപയാണ്. ഇവിടെ എന്തോ ഒരു കോംബോ ഓഫർ ഇട്ടേക്കാം. 12 ബുക്കിന് 420 എന്ന് എഴുതിയിട്ടുണ്ട്. ലാഭമാണെങ്കിൽ നിങ്ങൾ മേടിയത്, എനിക്കറിയത്തില്ല. അനുഗ്രഹം കിട്ടിയതാ തലേന്ന് ദൈവമായി മാറിയിരിക്കുന്നു. തലയിൽ വെട്ടൊക്കെ നെറ്റിന്ന് വെട്ടമടിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹം ഞാൻ നിനക്ക് തരട്ടെ. പിന്നെ ഞാൻ അച്ഛൻ വീഡിയോ എടുപ്പ് നിർത്തി എന്താ അറിയോ? ഐസ്ക്രീം മെൽറ്റായി പോകും. കഴിച്ചോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് മഴയൊക്കെ തോന്നിട്ടുണ്ട്. നമുക്ക് സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക് പോകണം. പിന്നെ അയ്യോ പറ്റത്തില്ല, അത് തീർക്കണം. ഒന്നാമതെല്ലാം പെൻഡിങ്ങാ. അപ്പം കുറേ ദിവസം മടിയല്ല, ഒരു എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ല. മനസ്സിന് എന്തോ ഒരു മ്ലാനത. അത് തന്നെ അച്ഛൻ പറഞ്ഞ സംഭവം എന്താന്നൊരു പിടുത്തമില്ല. അപ്പൊ ഇനിയിപ്പം അയ്യോ നമ്മുടെ ഒരു ഗിവ് അവേ ഉണ്ടല്ലോ, 20 പേർക്കുള്ള ഗിവ് അവേ. അത് ഇന്നങ്ങ് അനൗൺസ് ചെയ്യാം. പോവാം നമുക്ക്. എങ്ങനെയുള്ള നിനക്ക് ഇഷ്ടം? ഇത്രയും നാള് നമ്മുടെ ലിഫ്റ്റ് വീണ്ടും വന്നു. ഇനി B1 നീ ബൈക്കിരിക്കുന്നു. ഇത്രയും നാളൊരു മൂകത കണക്കായിരുന്നു. ഒന്നും ചെയ്യാൻ വയ്യ, നമുക്ക് അതെ. ഇന്ന് മുടിയൊക്കെ വെട്ടിയപ്പോഴത്തേക്ക് സെറ്റ് ആയില്ലേ? വെട്ടിയത് മാത്രമല്ല, നമ്മൾ കുറെ നാളായി RP മാളിൽ വന്നിട്ട്. ശരി, ഈ മാളൊരു പോസിറ്റീവ് ആയി അല്ലേ? പോസിറ്റീവാ. നമുക്ക് എപ്പോഴും ഒരു വിഷമം വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കല്ലേ. മറ്റേത് ഒരു തറവാട്ടിൽ പോകുന്നൊരു സത്യം പറഞ്ഞാലേ എന്താ അറിയാമോ, നമ്മുടെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്നത് ഒരു സ്ഥലം ഈ മാളായിരിക്കും. എന്തിനാണെങ്കിലും അല്ലേ? ശരിയാണ്. അതെ, നമ്മള്
നമ്മുടെ വീട് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാളിലായിരുന്നു. ആ സത്യം. കാര്യം എന്താ അറിയോ, അതുകൊണ്ട് ഇതുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിപ്പോയി. അതെ അതെ അതെ. വേറൊന്നുമല്ല, നമ്മളിപ്പം ഹെയർ കട്ടിനാണെങ്കിലും എന്തിനാണെങ്കിലും വരുന്നത് ഇവിടെയാ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. മിക്കവാറും നമ്മൾ കഴിക്കാൻ വരുന്നത് ഇവിടെ മാക്ഡൊണാൾഡ്സിൽ. അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വണ്ടി എടുത്ത് നേരെ പോയി നമുക്ക് ആ ഗിവ് അവേ നടത്താം. അതെ. അങ്ങനെ എക്സാറ്റിക്കയിൽ വന്നു. ഒരു 10 പേരെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള ഗിഫ്റ്റൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെക്കും. അതിവിടെ വന്ന് കളക്ട് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്. തകർത്ത് ഗെയിം കളിക്കുന്നുണ്ട്, അതാ ഈ സൗണ്ട് കേൾക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ 4 ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് ഗെയിം കളിക്കാം, എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷെ ഗെയിം കളിക്കുന്നുണ്ടോ? ഗെയിം കളിക്കുന്നു ഇല്ലേ? അച്ഛൻ ഫോൺ ചെയ്യുക. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ വരിക, ഗെയിം കളിക്കുക അല്ലേ? അങ്ങനെ നമ്മൾ എയ്തർ സിസ്റ്റംസ് അല്ല എയ്തർ സിസ്റ്റംസ് ആണ് ഇതിൻ്റെ പേര്. എക്സാറ്റിക്ക എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് പേരിട്ടേക്കുന്നത്. കുറച്ചു നേരം ഗെയിം കളിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. സമയം പോയത് ഇറങ്ങുന്നു. സമയം പോയി തുടങ്ങിയില്ല. എടുത്തു. ഇനിയും ഉണ്ട്, പക്ഷെ അത് നമ്മൾ പിന്നെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. വണ്ടി ഓക്കെ. അപ്പോൾ ഇനി പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ഇതാണ് നമ്മൾ വന്ന സ്ഥലം, എയ്തർ സിസ്റ്റം എക്സാറ്റിക്ക.